സുനിലെ ആ 11 മണിക്കുള്ള ഹോം ഡെലിവറി ക്യാൻസൽ ആയിട്ടാ. ഇത് ഇവരുടെ സ്ഥിരം പണിയാണുള്ളത്. എത്രാമത്തെ പ്രാവശ്യം? ആരടി? അതെ, കുറച്ച് ഹോസ്റ്റൽ പിള്ളേരാ റോയിച്ച. ഇന്നലെയും മെനിഞ്ഞാന്നൊക്കെ ഓർഡർ തന്നു. 10 മിനിറ്റ് കഴിയുമ്പോ ക്യാൻസൽ ആക്കുകയും ചെയ്യും. അല്ല, ഈ ഫോൺ ആദ്യം വരും അറ്റൻഡ് ചെയ്യുന്നാരാ? ഞാൻ. ക്യാൻസൽ ചെയ്യാൻ വിളിക്കുമ്പോഴോ? ഞാൻ. അതാ പ്രശ്നം. ഇനി ആ കോള് നമുക്ക് വേണ്ട. കോളർ ഐ ഡിയിൽ ആ നമ്പർ വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യണ്ട. റോങ് നമ്പർ എന്ന് പറഞ്ഞു വെച്ചേക്ക്. ഓക്കെ. അപ്പൊ ഇത് അവരുടെ നമ്പർ ആയിരുന്നല്ലേ? ഏത് നമ്പർ? ഇതൊക്കെ ഏതൊക്കെ? അവർ എത്ര നമ്പർ വിളിക്കാറുള്ളത്? ഓ മാഡം, നമ്മളെ നമ്പർ അടിക്കാറില്ലേ? ആ നമ്പർ അല്ലാതെ ഫോൺ നമ്പർ അല്ല, മനസ്സിലായ? ആ നമ്പർ. ഇതേത് ഈ നമ്പർ? ഹലോ, ആ പാറു എവിടെന്നാ? വാട്ട് എ സർപ്രൈസ്. എന്താടി, എവിടെന്നവള്? ഡി ഒരു മിനിറ്റ് റോയിച്ച, അവൾ നമ്മുടെ വീട്ടിലെത്തിന്ന്. എടി ഭയങ്കര തന്നെ. ഹലോ മോളെ പാറു, നീ എപ്പോഴാ എത്തിയത്? ഒറ്റയ്ക്കോ? ശരി, ഞങ്ങൾ ദേ എത്തി. ഇവിടെ സുനിലുണ്ടല്ലോ. ഓക്കെ ഓക്കെ. പിന്നെ കൊശവന്മാർ റൂമിലുണ്ടോ? എന്നാ ശരി. ഇത് ഭയങ്കര സംഭവമായി പോയി. ഞാനിന്ന് കാലത്ത് അവളെ പറ്റി ആലോചിച്ചോളൂ, അപ്പോഴേക്കും അവളെത്തി. സത്യം? ഇന്ന് കാലത്ത് നമ്മൾ മനസ്സിൽ ഓർക്കണവരൊക്കെ മുമ്പിൽ വരണ ദിവസം. അതിന് നീ ആരെ കുറിച്ച് ഓർത്തുന്ന? കണ്ടല്ലോ ബൈജുവിനെ കുറിച്ച് ഓർത്താ വന്നിട്ടുണ്ട്. ഇവനെ പിന്നെ ആരെങ്കിലും ഇരട്ടപ്പേര് വിളിച്ചു കാണോ എന്തോ. റോയ് ഭായ്, കൈസാ മേരെ ഭായ്? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞതാ നമ്മുടെ മീറ്റിങ്ങിന് ഇവിടെ വെച്ച് വേണ്ടാന്ന്. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് വന്നത്? ഭായ്, അതിന്റെ അത്യാവശ്യം വന്നോണ്ടാ. എന്ത് അത്യാവശ്യമാണെങ്കിലും ശരി, നീ പോ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. അപ്പോ പാണ്ഡ്യോട് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? പാണ്ഡി എന്നിട്ടല്ലേ രസം, അവര് കല്യാണം നടത്തിയിട്ടേ പോകുന്നായി. പിന്നെ എങ്ങനെ അതൊന്ന് ഊരിയത്? അത് പറയാതിരിക്കുക ഭേദം. ഒരു സൈഡിൽ അമ്മ, മറ്റു സൈഡിൽ NRIs. അവര് തലങ്ങും വിലങ്ങും എന്നെ നിർബന്ധിച്ചപ്പോ. എന്നിട്ട് എന്തായി? നിന്റെ കല്യാണം കഴിഞ്ഞാ? നട്ടുച്ചയാകുന്നതിന് മുമ്പ് എന്റെ കൺട്രോൾ പോയടാ. നിന്റെ അക്കൗണ്ടിൽ 7 അടി ബാക്കിയുള്ള കാര്യം മറന്നോ ടോണിക്കുട്ട? അല്ല, അത് പിന്നെ ഒരു കാര്യം പറയുമ്പോ ഇത്രയും ലാഗും ബിൽഡപ്പ് ഒക്കെ ഇട്ട് പറഞ്ഞാ ആരും ക്ലൈമാക്സ് കല്യാണമാണെന്നേ കരുതൂ. കറക്റ്റ്. പറ, എന്നിട്ട്? എന്നിട്ടെന്താ, ഒരു കണക്കിന് ഞാൻ തുറന്നു പറഞ്ഞു എനിക്ക് ചെക്കൻ ഇഷ്ടപ്പെട്ടില്ല. എന്റെ നാരായണ, ദുബായിലും നീ എന്നെ ശരണം. അപ്പോ അമ്മയ്ക്ക് വിഷമായി കാണത്തില്ലേ? പിന്നല്ലാതെ, അമ്മ രാത്രി മുഴുവൻ കരച്ചിലായിരുന്നു. അതല്ലേ നമ്മൾ മക്കൾക്ക് മാതാപിതാക്കൾക്ക് എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും. മാതാപിതാക്കളൊന്ന് മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ നമ്മൾ മക്കളുടെ അഭിരുചി എന്താണ്. എടാ, ഈ സിനിമാ മോഹം ഒന്നും ഒരു മാതാപിതാക്കളും അംഗീകരിക്കാത്ത അഭിരുചികളാണ്. പിന്നെ പെണ്ണുങ്ങളെ പിന്നാലെ പോകുന്ന അംഗീകരിക്കാൻ പോകുന്ന അഭിരുചി. ഇന്ന് പോടാണ് നീ. പോടാ. എന്റെ അഭിരുചിക്ക് ആരും എതിർ നിന്നിട്ടില്ല. അതിന്റെ രുചി നീ ഉണ്ടാക്കുന്ന ഫുഡിലുണ്ട്. സത്യം പറഞ്ഞ ബയോട്ടിയുടെ ഉടായ്പിനേക്കാൾ ഭീകരത ഇവളുടെ കുക്കിങ്ങിന്. കുക്കിങ്ങിന് കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ കുറച്ച് അറബിക് റെസിപ്പീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്താലോ? ഇവള് നമ്മളെ വെറുതെ ഇവിടെ ഒന്നും തോന്നുന്നില്ല.